മക്കളെ, എല്ലാവർക്കും സൈലന്റ് ലേണിംഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ ആയി നമ്മൾ കണ്ടിട്ടല്ലേ. അപ്പം നിങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ വന്നിട്ടുള്ളത്. അപ്പോൾ എന്നെ അറിയാത്ത ആളുകളുണ്ടോ? ടീച്ചർ പരിചയമില്ലാത്ത ആളുകളുണ്ടോ? ടീച്ചറുടെ പേര് വിഷ്ണുമായ എന്നാണ്. മലയാളമാണ് ടീച്ചർ എടുക്കുന്ന വിഷയം. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാവരും അല്ലേ, നിങ്ങളെല്ലാവരും എന്ത് ചെയ്തിരിക്കുകയാണ്? 10ാം ക്ലാസ്സിലേക്ക് അല്ലേ, SSLC കുട്ടികളായിരുന്നു നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വ്യാകുലതകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഒരുപാട് ടെൻഷൻസും നമ്മൾ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന മുതൽ നമ്മളോട് പറയൂലേ, 10ാം ക്ലാസ്സിൽ എത്തുമ്പോൾ ഇതൊക്കെ ഉപകാരപ്പെടുന്നതാണ്, അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ നമുക്ക് SSLC പരീക്ഷ എഴുതാനുണ്ടല്ലേ, പബ്ലിക് എക്സാം എഴുതാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ചെറിയ ക്ലാസ് മുതൽ നമ്മളെ ഇങ്ങനെ പേടിപ്പിച്ച് വന്നിട്ടുള്ള ആ ഒരു റിയാലിറ്റിയിലേക്ക് നമ്മൾ ഒടുവിൽ എത്തിയിരിക്കുകയാണ് അല്ലേ. അപ്പോൾ സ്കൂളൊക്കെ തുറന്നിട്ട് എങ്ങനെയുണ്ടടാ? അടിപൊളിയാണോ? സ്കൂളൊക്കെ പാഠഭാഗങ്ങളൊക്കെ നിങ്ങൾ വിചാരിച്ചതുപോലെ ബുദ്ധിമുട്ടുള്ളതാണോ അല്ലെങ്കിൽ രസകരമാണോ? എങ്ങനെയൊക്കെയാണ് സ്കൂൾ ലൈഫ് പോകുന്നത്? നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. എങ്ങനെയുണ്ട് അല്ലേ? നിങ്ങളുടെ ആ ഒരു പറഞ്ഞു വെച്ച അല്ലേ പേടിപ്പെടുത്തൽ പോലെ തന്നെയാണോ നിങ്ങളുടെ 10ാം ക്ലാസ് ഉള്ളതെന്നൊക്കെ ഉള്ളതെന്ന് മക്കളൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഒരു വഴിത്തിരിവാണ് അല്ലേ, നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ള വല്ലാത്തൊരു വഴിത്തിരിവാണ് 10ാം ക്ലാസ് എന്ന് നമ്മളോട് നിരന്തരം ഇങ്ങനെ നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും ഒക്കെ എന്ത് ചെയ്യാറുണ്ട്? നമ്മളിങ്ങനെ പേടിപ്പിക്കാറുണ്ട് അല്ലേ. എത്ര A+ ഉണ്ട്, റിസൾട്ട് വന്നോ, തോൽക്കോ, ജയിക്കോടെ, ഇങ്ങനെ അനേകം ചോദ്യശരങ്ങൾ കൊണ്ട് നമ്മളെ ഇങ്ങനെ ശ്വാസം മുട്ടിക്കുന്ന ഒരു കാലമാണടാ എന്ത് നമ്മളുടെ ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ ഒരു പ്രത്യേകമായിട്ടുള്ള കാലം എന്ന് പറയുന്നത് അല്ലേ. ഈ മനുഷ്യന്മാർക്കൊന്നും പറഞ്ഞാലും മനസ്സിലാവില്ല അല്ലേ. ഇവരൊക്കെ എല്ലാ കാലവും എന്താണ് നിരന്തരമായിട്ട് ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണത് അല്ലേ. അവരെ ഇനി തിരുത്താനൊന്നും നമുക്ക് പറ്റില്ല അല്ലേ. അപ്പം നമ്മളും ഇങ്ങനെ വല്ലാത്തൊരു അല്ലേ ആശങ്കയിലും അല്ലേ. നമുക്കൊരു കല്യാണത്തിന് പോകാൻ പറ്റില്ല, ഒരു വീട്ടിൽ കൂടലിന് പോകാൻ പറ്റില്ല അല്ലേ, നമുക്ക് മനസമാധാനമായിട്ട് ഇരുന്നിട്ടൊന്ന് റീല് കാണാൻ പറ്റില്ല അല്ലേ. അപ്പം അതൊക്കെ നമ്മൾ ചെയ്യുമെങ്കിലും ഉള്ളിൽ എവിടെയോ ഒരു സമാധാനക്കുറവ് നമുക്കുണ്ടാവും അല്ലേ. എന്തൊക്കെയോ നമുക്ക് അല്ലേ ചെയ്യാനുണ്ട്, പക്ഷേ നമുക്കൊട്ട് ചെയ്യാനും പറ്റുന്നില്ല അല്ലേ. എന്നാൽ പിന്നെ സമാധാനമായിട്ട് ഇരിക്കാനും പറ്റുന്നില്ല. അങ്ങനെ വല്ലാത്തൊരു പ്രഷർ കുക്കർ ലൈഫിലാണ്. അത് ഇപ്പോൾ പൊട്ടും എന്ന് പറയുന്ന ഒരു അവസ്ഥയിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത് അല്ലേ. അതിനൊരു പരിധിവരെ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്കും പങ്കുണ്ട് എന്നുള്ളതാണ് അല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ആളുകൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യാണ്? നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ച് എന്ത് ചെയ്യുന്നു? അടപടലം വീണു പോകുന്ന, തളർന്നു പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മളുടെ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇനി അതിനിങ്ങനെയൊന്നും ടെൻഷൻ അടിക്കേണ്ടടാ. നമ്മളിങ്ങനെ അല്ലേ ഒരുപാട് നേരം നമ്മൾ അതിന് വേണ്ടി ടെൻഷൻ അടിച്ചിട്ട് അയ്യോ 10ാം ക്ലാസ്, അയ്യോ SSLC എന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ചിരുന്നത് കൊണ്ടൊന്നും നമുക്ക് നേടാനില്ല അല്ലേ. അപ്പോൾ നമ്മൾ മാക്സിമം സമയം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നന്നായിട്ട് പഠിക്കാനും അല്ലേ നമ്മൾ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അല്ലേ. ഇപ്പം നമ്മൾ ഇത്രയും കാലം നമ്മൾ എന്താണ് ഒരു വിഷയത്തിൽ നമ്മൾ ഇപ്പോൾ 30 മാർക്ക് കിട്ടുന്ന ഒരു കുട്ടിയാണെങ്കിൽ അല്ലേ, നമുക്ക് ഇനി എന്ത് ചെയ്യാം? ആ 30 മാർക്കിനെ നമുക്കൊരു 35 മാർക്കാക്കാൻ അല്ലെങ്കിൽ ഒരു 40 മാർക്കാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നല്ലോണം വർക്ക് ചെയ്യാം അല്ലേ. നമ്മൾ ഈസി ആയിട്ടൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പോകുന്നില്ല, നമുക്ക് കിട്ടാൻ പോകുന്നില്ല. കുറച്ചൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ അതിന് വേണ്ടി നമ്മൾ മെനക്കെടണം അല്ലേ. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, നിങ്ങളിപ്പോൾ 9ാം ക്ലാസ് വരെ നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് പഠിച്ചു വന്ന മക്കളാണ്. ചില വിഷയത്തിലൊക്കെ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ അല്ലേ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ മാർക്കൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതൊക്കെ നിങ്ങളിങ്ങനെ തലകുത്തി മറിഞ്ഞിരുന്ന് പഠിച്ചിട്ട് കിട്ടിയ മാർക്കാണോ? അല്ല അല്ലേ. ഒരു 5% ആളുകളൊക്കെ 6 മണിക്കൂറും 7 മണിക്കൂറും ഉറങ്ങാതെയൊക്കെ ഇരുന്ന് പഠിക്കുന്ന മക്കളൊക്കെ ഉണ്ടാവും. പക്ഷെ ഭൂരിഭാഗം ആളുകളും എങ്ങനെയുള്ള ആളുകളാണ്? ഇങ്ങനെ ഇരുന്ന് പഠിക്കുന്ന ആളുകളാണോ? അങ്ങനെ ഇരിക്കുന്ന ശീലമൊക്കെ നമുക്കുണ്ടോ അല്ലേ? ഭൂരിഭാഗം ആളുകൾക്കും അങ്ങനെ ഉണ്ടാവാനൊന്നും സാധ്യതയില്ല അല്ലേ. നമ്മളുടെ ഒരു കഴിവിൻ്റെ 100% ഒന്നും നമ്മൾ ഇതുവരെ എടുത്തിട്ടുണ്ടാവില്ല. പക്ഷേ ഇനി മുതൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മളുടെ കഴിവിൻ്റെ അല്ലേ ഒരു 10% എന്ത് ചെയ്യാം? നമുക്ക് അതിന് വേണ്ടി വർക്ക് ചെയ്യാൻ അല്ലേ, ഒരു സ്മാർട്ട് വർക്കൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ശ്രമിക്കാമെന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഈ 30 മാർക്ക് കിട്ടുന്ന കുട്ടിക്ക് എന്ത് ചെയ്യാം? ഈ സ്മാർട്ട് വർക്കിലൂടെ അല്ലെങ്കിൽ കുറച്ച് ഹാർഡ് വർക്കിലൂടെ നമുക്കതൊരു 35 മാർക്കോ അല്ലെങ്കിൽ 40 മാർക്കോ ഫുൾ മാർക്കോ A+ ആക്കി മാറ്റാൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഈ പറഞ്ഞ വർക്കിലൂടെ അല്ലേ, നമ്മുടെ സ്മാർട്ട് വർക്കിലൂടെ അല്ലെങ്കിൽ ഹാർഡ് വർക്കിലൂടെ. എന്ത് വർക്കാണെങ്കിലും വർക്ക് ചെയ്യാതെ എന്ത് ചെയ്യില്ല, നമുക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇനിയുള്ള കുറച്ച് കാലങ്ങൾ നമ്മൾ എന്ത് ചെയ്യണടാ? കുറച്ചൊക്കെ ഒന്ന് വർക്ക് ചെയ്യാം അല്ലേ. ഒരു കൃത്യമായിട്ടൊരു ടൈം ടേബിളൊക്കെ ഉണ്ടാക്കി ഒന്ന് പഠിക്കാനും അല്ലേ, പഠിക്കാൻ വേണ്ടി ഒരു ഇടം സെറ്റ് ചെയ്യാൻ അല്ലേ. വലിയ വീടൊന്നും ആവണമെന്നില്ല. നമ്മളുടെ ഏത് വീടാണെങ്കിലും ആ വീടിൻ്റെ ഒരു സ്ഥലം നമ്മൾ ഡെയിലി ഇരുന്ന് പഠിക്കാം. പല സ്ഥലത്തൊന്നും പോയിരുന്ന് പഠിക്കാതെ അല്ലേ, ഒരു സ്ഥലം പഠിക്കാൻ വേണ്ടിയൊക്കെ നമുക്ക് കണ്ടെത്തി വെക്കാം. ഒരു മൂല, വീടിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ നമ്മൾ ബുക്സ് ഒക്കെ വെച്ച് അല്ലേ, അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റണം. ഓക്കെ, അപ്പോൾ ടീച്ചർ പറഞ്ഞു വന്നത് അങ്ങനെയുള്ള ടെൻഷനും അല്ലേ വ്യാകുലതകളിലൂടെയൊക്കെ ആയിരിക്കും നമ്മളിങ്ങനെ കടന്നു പോകുന്നത്. അപ്പോൾ അങ്ങനത്തെ ടെൻഷൻസിൻ്റെ ഒന്നും ആവശ്യം ഇനി മക്കൾക്കില്ല കേട്ടോ. അപ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആർക്ക് പറ്റും?
നിങ്ങൾ എല്ലാ സബ്ജക്റ്റിലും അല്ലേ, നിങ്ങൾ വീക്കായിട്ടുള്ള സബ്ജക്റ്റിലാണെങ്കിലും നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ പെർഫോം ചെയ്യുന്ന സബ്ജക്റ്റിലാണെങ്കിലും അല്ലേ, നിങ്ങൾ എല്ലാ തരത്തിലും ഇപ്പോൾ മെൻ്റൽ സപ്പോർട്ടാണെങ്കിലും മോട്ടിവേഷൻ ആണെങ്കിലും സബ്ജക്റ്റ് അല്ലേ, ചോദ്യങ്ങൾ എല്ലാ രീതിയിലും അല്ലേ, പാഠഭാഗം എങ്ങനെ മനസ്സിലാക്കി തരണം ആ രീതിയിലൊക്കെ എന്താണ് നിങ്ങളുടെ കൂടെ ചേർന്ന് നിൽക്കാൻ സൈലമുണ്ട് അല്ലേ. അപ്പോൾ എല്ലാ കാലത്തും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, അതിൻ്റെ മുമ്പത്തെ വർഷം ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അത് ഈ വർഷവും എന്താണ് ഞങ്ങളെല്ലാവരും നിങ്ങളുടെ കൂടെയുണ്ട് അല്ലേ. ഞങ്ങളെല്ലാ ടീച്ചേഴ്സും മക്കളുടെ കൂടെയുണ്ട്. നിങ്ങൾക്ക് എന്താണോ ആവശ്യം, ഏത് രീതിയിലാണോ നിങ്ങൾ പഠിപ്പിക്കേണ്ടത് ആ രീതിയിലൊക്കെ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് സൈലം നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് വിചാരിച്ച് സൈലത്തിൽ നിങ്ങൾ ജോയിൻ ചെയ്തു അല്ലെങ്കിൽ സൈലത്തിൻ്റെ ക്ലാസ്സുകൾ കേൾക്കുന്നു എന്നതുകൊണ്ട് മാത്രം നമുക്ക് ഈ ഫുൾ A+ ഫുൾ മാർക്കൊക്കെ കിട്ടുമോ? ഇല്ല. ടീച്ചർ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വർക്ക് ചെയ്യണം അല്ലേ. നമ്മൾക്ക് പറ്റുന്ന പോലെ എന്ത് ചെയ്യണം, നമ്മളതിന് വേണ്ടി ശ്രമിക്കണം അല്ലേ. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾ ഈ പറഞ്ഞ മാർക്ക് അല്ലേ, ഫുൾ മാർക്കൊക്കെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവാം, നിങ്ങൾ ആ 10ാം ക്ലാസ്സിൻ്റെ ട്രാക്കിലേക്കൊക്കെ മക്കൾ കയറിയിട്ടുണ്ടാവാം. എങ്കിലും ചില ആളുകളൊക്കെ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും അല്ലേ, അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് വരണോ എന്നൊക്കെ പറയുന്ന ഒരു മരവിപ്പിൽ അല്ലേ, ഒരു മന്ദതയിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ ഒന്ന് ഉന്തി തള്ളി വിടാൻ വേണ്ടിയിട്ടാണ് അല്ലേ ഞാൻ ടീച്ചർ വന്നിരിക്കുന്നതെന്ന് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള ആശങ്കകളൊന്നും വേണ്ട. നമ്മൾ അല്ലേ കഴിവിൻ്റെ പരമാവധി എന്ത് ചെയ്യുക, നമ്മൾ ശ്രമിക്കുക അല്ലേ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2025 മാർച്ച് മാസത്തിൽ ആര് വരും, നമ്മളുടെ പബ്ലിക് എക്സാം ഉറപ്പായിട്ടും വരും. അതൊരു റിയാലിറ്റിയാണ്. നമ്മൾ പഠിച്ചോ പഠിച്ചില്ലയോ എന്നൊന്നും മൂപ്പർക്കറിയേണ്ട ആവശ്യമില്ല. നമ്മൾ പഠിച്ചാലും ശരി പഠിച്ചില്ലെങ്കിലും ശരി 2025 മാർച്ച് മാസത്തിൽ ആര് വരും, പബ്ലിക് എക്സാം വരും അല്ലേ. അപ്പോൾ എനിക്ക് ഇന്നൊരു മൂഡില്ല, ഇന്ന് അച്ഛൻ പോയി പരീക്ഷ എഴുതുമോ അല്ലെങ്കിൽ ഇന്ന് ഉപ്പ പോവുമോ അല്ലെ ഉമ്മച്ചി പോവോ എന്നൊക്കെ ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല അല്ലേ. നമ്മൾ തന്നെ എഴുതണം. നമ്മൾ പഠിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി ഈ പരീക്ഷയെ നമ്മൾ ഫേസ് ചെയ്തേ പറ്റുള്ളൂ അല്ലേ. അപ്പം നമ്മൾ ഫെബ്രുവരി 25-ാം തീയതി പഠിക്കാനിരിക്കുന്നതിനേക്കാളും എത്രയോ എളുപ്പമല്ലേ നമ്മളിപ്പോൾ മുതൽ എന്ത് ചെയ്യുക, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത ആളുകളാണെങ്കിലും ശരി, ഇല്ല അല്ലേ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിലും ശരി അല്ലേ, എങ്കിലും എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു സമയം മുതലേ നമ്മൾ അതിന് വേണ്ടി ഒന്ന് ശ്രമിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ 2025 മാർച്ച് മാസം ആകുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ എഫേർട്ടൊക്കെ കുറച്ചൊന്ന് കുറയും അല്ലേ. നമുക്ക് കുറച്ചുകൂടെ അല്ലേ സന്തോഷത്തോടെ കുറച്ചുകൂടെ കോൺഫിഡൻസോട് കൂടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പരീക്ഷയെ നേരിടാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇനിയും മടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നാളെ പഠിച്ചു തുടങ്ങാം അല്ലേ, ടൈം ടേബിളൊക്കെ നാളെ സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ നാളെ ഒരു കൃത്യസമയം മുതൽ ഇരിക്കാം എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവസാന നിമിഷം നമുക്ക് എന്ത് ചെയ്യാം പ്രിപ്പയർ ചെയ്യാം എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളാണെങ്കിൽ ഇതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ആരും നമുക്ക് വേണ്ടി വന്ന് പഠിച്ചു തരില്ല. അപ്പോൾ കുറച്ച് നേരത്തെ നമുക്ക് ഇത്തിരി എന്താണ് പഠിച്ചു തുടങ്ങുന്നതാണ് ഏറ്റവും ഉള്ളത് നമുക്ക് ഹെൽപ്ഫുള്ളായിട്ട് വരിക എന്നുള്ളത് മക്കൾ ആലോചിക്കുക. അപ്പോൾ ടീച്ചർ കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇത്ര നേരം പറഞ്ഞു തന്നത്. ഇനി പറയാൻ പോകുന്നത് നമ്മളുടെ വിഷയത്തെക്കുറിച്ചാണ്. എന്താണ് നമ്മളുടെ വിഷയം? നമ്മളുടെ വിഷയം ഏതാണ്? മലയാളമാണ് അല്ലേ. മലയാളം ഭയങ്കര ഈസി ആയിട്ടുള്ള, നമുക്ക് കണ്ണും പൂട്ടി പരീക്ഷ എഴുതിയാലും തോക്കാത്തൊരു പരീക്ഷയാണ് ഇത് മലയാളം. എന്ന് വിചാരിച്ച് തോക്കണം എന്ന് വിചാരിച്ചാൽ തോക്കുകയൊക്കെ ചെയ്യും, എന്നാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. മലയാളത്തിനൊക്കെ തോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ. അതേപോലെ തന്നെ ഫുൾ മാർക്ക് കിട്ടാനും A+ കിട്ടാനും എന്താണ് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അല്ലേ. കാരണം എന്തുകൊണ്ടാണ് നമ്മൾ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാത്തതുകൊണ്ടാണ്. മലയാളം ടഫ് ആയതുകൊണ്ടൊന്നുമല്ല, നമ്മളൊരു എന്താ പറയുക വലിയ പ്രാധാന്യമൊന്നും എന്തിനു കൊടുക്കൂല, മലയാളത്തിന് കൊടുക്കൂല. ഇവിടെ കെമിസ്ട്രിയും ഫിസിക്സും മാത്സും ഇംഗ്ലീഷൊക്കെ കിടക്കുമ്പോൾ അല്ലേ മലയാളം ജുജുബി അല്ലേ ലാസ്റ്റ് മിനിറ്റ് പഠിച്ചാലും എഴുതാൻ പറ്റുന്നൊക്കെയുള്ള ഒരു ഓവർ കോൺഫിഡൻസ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട് പലപ്പോഴും. ഇപ്പോൾ നിങ്ങൾക്കറിയാം SSLC എക്സാം എഴുതിയ കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് പേഴ്സണലി എനിക്ക് മെസ്സേജ് അയച്ച മക്കളുണ്ട് അല്ലേ, മലയാളം ഫസ്റ്റിനൊക്കെ എന്താണ് A+ നഷ്ടപ്പെട്ട കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഓവർ കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവാൻ പാടില്ല. എല്ലാ വിഷയത്തിനും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ തുല്യ പ്രാധാന്യം അല്ലേ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ചിലപ്പോൾ അത് പഠിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യാം, നമുക്ക് വ്യത്യാസം കൊണ്ടുവരാം. ഇപ്പോൾ 4 മണിക്കൂർ മാത്സ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ചിലപ്പോൾ 1 മണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂറൊക്കെ മതിയായിരിക്കും മലയാളം പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. ആ ഒരു വ്യത്യാസം നമുക്ക് എന്തെങ്കിലും കൊണ്ടുവരാം, പഠന രീതിയിൽ കൊണ്ടുവരാം. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മലയാളത്തിന് വേണ്ടിയിട്ടും വർക്ക് ചെയ്യണം അല്ലേ. വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് ഈ പറഞ്ഞ ഫുൾ മാർക്ക് അല്ലെങ്കിൽ A+ ഒക്കെ നമുക്ക് നേടാൻ പറ്റുള്ളൂ. അപ്പോൾ മലയാളത്തിൽ നമ്മൾ എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലേ, പിന്നെ എന്താണ് എങ്ങനെ പഠിക്കണം, അതേപോലെ 40 മാർക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണോ, ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങളൊക്കെ കൺഫ്യൂഷൻസ് ഒക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവും അല്ലേ. അപ്പോൾ ആ കൺഫ്യൂഷനൊക്കെ ഞാൻ തീർത്തു തരാം. ഓക്കെ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലിരിക്കുമ്പോൾ തന്നെ
അല്ലേ. നമ്മളിങ്ങനെ വീട്ടിൽ പോയിട്ട് മലയാളം അല്ലെ പുസ്തകത്തിൽ അയ്യോ പ്ലാവിലെ കഞ്ഞി, അയ്യോ അമ്മ തൊട്ടിൽ കട 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 ഇങ്ങനെ ബൈഹാർട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, മലയാളം ഒരിക്കലും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ബൈഹാർട്ട് നമ്മൾ പഠിക്കേണ്ട ആവശ്യമേ വരുന്നില്ല. പിന്നെ മലയാളം എങ്ങനെയാണ് പഠിക്കേണ്ടത്? എങ്ങനെയാണ് നിങ്ങൾ മലയാളം ഇത്രയും കാലം പഠിച്ചത്? ഇത്രയും കാലം എങ്ങനെ പഠിച്ചെന്നുള്ളത് ഒരു വിഷയമുള്ള കാര്യമല്ല. ഇനി നമ്മൾ എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ എവിടെ കൊണ്ടെത്തിക്കുന്നത്, A+ കൊണ്ടുപോയി എത്തിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ മലയാളം പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ക്ലാസ് മുറികളിൽ തന്നെ മലയാളം പീരീഡുകൾ, ഇപ്പോൾ ഇവിടെയാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ക്ലാസ് റൂമിലാണെങ്കിലും മലയാളം പഠിക്കുന്ന സമയത്ത് അല്ലേ, നമ്മളുടെ കണ്ണും കാതും മൂക്ക് തുറക്കണ്ട, കണ്ണും കാതും ഒക്കെ തുറന്നു വെച്ച് എന്ത് ചെയ്യുക, നമ്മൾ അറ്റൻറ്റീവായിട്ട് ക്ലാസ്സിലിരിക്കുക. നമ്മുടെ ശ്രദ്ധ മുഴുവനും എന്ത് ചെയ്യുക, ക്ലാസ്സിൽ കൊടുക്കുക. അങ്ങനെ ക്ലാസ്സിലിരുന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്തു, നമുക്കൊരു ഒരു ഒരു 50% നമ്മൾ മലയാളത്തിൽ നമ്മൾ അല്ലെ കവർ ചെയ്ത് കഴിഞ്ഞു അല്ലെ. നമ്മൾ എന്താണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാൽ തന്നെ എന്ത് കിട്ടിയടാ, മലയാളത്തിൽ ഒരു കടമ്പ നമ്മൾ കടന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിച്ച് ക്ലാസ്സുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്കത് വളരെയധികം എന്ത് ചെയ്യും, ഹെൽപ്ഫുള്ളാകും. ഇനി നമ്മൾ എന്തൊക്കെയാണ് നമുക്ക് ഈ ഒരു വർഷം നമുക്ക് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ അല്ലേ മലയാളത്തിൽ നമുക്ക് പഠിക്കാനുള്ളതെന്നാണ് നോക്കുന്നത്. നമുക്ക് മലയാളം ഫസ്റ്റും ഉണ്ട്, മലയാളം സെക്കൻഡും ഉണ്ട്. മലയാളം ഫസ്റ്റ് ലാംഗ്വേജ് ആണ്. അതിൽ മലയാളം ഫസ്റ്റും സാൻസ്ക്രിറ്റ്, ഉറുദു, അറബിക്ക് ഇതൊക്കെ എന്തിൽ വരുന്നതാണ്, ഫസ്റ്റ് ലാംഗ്വേജിൽ വരുന്നതാണ്. ഇനി സെക്കൻഡ് ലാംഗ്വേജ് ആണ് നമുക്ക് മലയാള സെക്കൻഡ് അല്ലേ. അത് എല്ലാവർക്കും കോമൺ ആയിട്ട് പഠിക്കാനുള്ളതാണ് മലയാള സെക്കൻഡ്. ഈ മലയാള സെക്കൻഡാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ആപ്പുകൾ അല്ലേ, സൈലത്തിൻ്റെ ആപ്പിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, കാണാനും പഠിക്കാനും ഒക്കെ പറ്റുന്നത്. അപ്പോൾ മലയാളം ഫസ്റ്റ് എക്സാമൊക്കെ അടുക്കുന്ന സമയത്ത് ടീച്ചർ എന്ത് ചെയ്യാം, ലൈവുകളായിട്ടും ചെറിയ ചെറിയ വീഡിയോസൊക്കെ ആയിട്ട് മക്കൾക്ക് തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ മലയാളം സെക്കൻഡിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. മലയാള സെക്കൻഡിൽ നമുക്ക് 3 യൂണിറ്റുകളാണുള്ളത്. എത്ര യൂണിറ്റുകളാണ്? 3 യൂണിറ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആ 3 യൂണിറ്റുകളിലും കൂടെ നമുക്ക് 10 പാഠഭാഗങ്ങളാണുള്ളത്. മനസ്സിലായോ? 3 യൂണിറ്റും 10 പാഠവുമാണ് ഈ വർഷം നമുക്ക് അല്ലേ നമുക്ക് മലയാളം സെക്കൻഡിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നോക്കിയേ നിങ്ങൾ, ആദ്യത്തെ യൂണിറ്റിൻ്റെ പേരാണ് ജീവിതം പടർത്തുന്ന വേരുകൾ. എന്താണ് ആദ്യത്തെ യൂണിറ്റിൻ്റെ പേര്? ജീവിതം പടർത്തുന്ന വേരുകൾ. ഈ യൂണിറ്റിൽ നമുക്ക് 3 പാഠഭാഗങ്ങളാണുള്ളത്. പ്ലാവില കഞ്ഞി, ഓരോ വിളിയും കാത്ത്, അമ്മത്തൊട്ടിൽ. അപ്പം നമുക്ക് നോക്കിയാലോ, പ്ലാവില കഞ്ഞി എന്ന് പറയുന്നത് ഒരു നോവലാണെടാ. രണ്ടിടങ്ങഴി എന്ന് പറയുന്ന തകഴിയുടെ വളരെ മനോഹരമായ സാമൂഹ്യ നോവലായിട്ടുള്ള രണ്ടിടങ്ങഴിയിലുള്ള ഒരു 17ാമത്തെ അധ്യായമാണ് ഇത് പ്ലാവില കഞ്ഞി എന്ന് പറയുന്ന നമ്മളുടെ പാഠഭാഗം. ഓക്കെ, അപ്പോൾ തകഴി എഴുതിയിരിക്കുന്ന നോവൽ ഭാഗമാണ് പ്ലാവില കഞ്ഞി. അടുത്തത് ഓരോ വിളിയും കാത്ത് അല്ലേ. ഓരോ വിളിയും കാത്ത് എന്ന് പറയുന്ന പാഠഭാഗമാണ്. എഴുതിയത് UK കുമാരനാണ്. ഇതൊരു കഥയാണ്. എന്താണ്? കഥയാണ്. ആദ്യത്തെ നോവലാണ്, രണ്ടാമത്തത് കഥയാണ്. മൂന്നാമത്തത് അമ്മത്തൊട്ടിൽ. അമ്മത്തൊട്ടിൽ എന്ന് പറയുന്നത് ഒരു കവിതയാണ്. നമ്മുടെ റഫീഖ് അഹമ്മദ് അല്ലേ, നമ്മളുടെ ഗാനരചയിതാവ്, നമ്മുടെ സിനിമയിലൊക്കെ ഒരുപാട് പാട്ടുകളൊക്കെ എഴുതിയിട്ടുള്ള റഫീഖ് അഹമ്മദിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കവിതയാണ് അമ്മത്തൊട്ടിൽ എന്ന് പറയുന്ന പാഠഭാഗം. ഇനി നമ്മളുടെ രണ്ടാമത്തെ യൂണിറ്റാണ്. രണ്ടാമത്തെ യൂണിറ്റ് നിലാവ് പെയ്യുന്ന നാട്ടുവഴികൾ എന്നാണ് നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റിൻ്റെ പേര്. ഇവിടെ നമുക്ക് 4 പാഠങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. ഒന്ന് കൊച്ചു ചക്കരച്ചി. കൊച്ചു ചക്കരച്ചി എന്ന് പറയുന്നത് ഒരു ഓർമ്മക്കുറിപ്പാണ്. ഉദയഭാനു എഴുതിയിരിക്കുന്ന ഒരു ഓർമ്മക്കുറിപ്പാണ്. രണ്ടാമത്തത് ഓണമുച്ചത്ത് എന്ന് പറയുന്ന ഒരു കവിതയാണ്. വീണ്ടും ഒരു കവിത അല്ലേ. എഴുതിയത് ആരാന്നറിയോ? വൈലോപ്പിള്ളിയാണ്. നമുക്ക് കുറച്ച് നിങ്ങൾക്ക് വിഷമമൊക്കെ തോന്നിയേക്കാവുന്ന, വിഷമമൊന്നും തോന്നേണ്ട ആവശ്യമില്ല, എങ്കിലും ഇച്ചിരിയൊക്കെ ഒരു ബുദ്ധിമുട്ട് തോന്നിയേക്കാവുന്ന കൂടുതൽ ചോദ്യങ്ങളൊക്കെ മുൻ വർഷങ്ങളിൽ വന്നിട്ടുള്ള ഒരു പാഠഭാഗമാണ് ഇത് ഓണമുറ്റത്ത് എന്ന് പറയുന്ന പാഠഭാഗം. ഇനി കോഴിയും കിഴവിയും അല്ലേ. കോഴിയും കിഴവിയും എന്ന് പറയുന്ന വീണ്ടും ഒരു കഥയാണ്. എഴുതിയത് കാരൂരാണ് കേട്ടോ. അടുത്തത് ശ്രീനാരായണ ഗുരു അല്ലേ. കുറ്റിപ്പുഴ എഴുതിയിരിക്കുന്ന ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള ഒരു ലേഖനമാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശങ്ങളെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത്. ഇങ്ങനെ ഈ ടീച്ചർ നേരത്തെ ഓണമുറ്റത്തിനെ കുറിച്ച് പറഞ്ഞതുപോലെ ഇച്ചിരി ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാവുന്ന, അതിൻ്റെ ഭാഷയൊക്കെ കൊണ്ട് ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുകൾ തോന്നിയേക്കാവുന്ന ഒരു പാഠഭാഗമാണ് അതായത് ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന പാഠഭാഗം. അടുത്തത് നമ്മളുടെ 3ാമത്തെ യൂണിറ്റാണ്. 3ാമത്തെ യൂണിറ്റിൽ നമുക്ക് വീണ്ടും 3 പാഠങ്ങളാണ് പഠിക്കാനുള്ളത്. പത്രനീതി അല്ലേ. വാക്കുകൾ വിടരുന്ന പുലരികൾ എന്നാണ് നമ്മുടെ യൂണിറ്റിൻ്റെ പേര്. ഇതിൽ 3 പാഠം. ആദ്യത്തെ പാഠം പത്രനീതിയാണ്. എന്താണ് പത്രനീതി എന്ന് പറയുന്നത്? പത്രങ്ങൾക്കെതിരെയുള്ള ഒരു വിമർശനമാണ് കേട്ടോ. സുകുമാർ അഴീക്കോട് എഴുതിയിരിക്കുന്ന ഒരു ലേഖനമാണ്. പത്രങ്ങൾക്കെതിരെയുള്ള ഒരു വിമർശനമാണ് ഇവിടെ പഠിക്കാനുള്ളത്. അടുത്ത ഏതാണ്?
പണയം എന്ന് പറയുന്ന ഒരു കഥയാണ്. വളരെ രസകരമായിട്ടുള്ള പുതിയ കാലഘട്ടത്തെയൊക്കെ എന്താണ് നമുക്ക് അല്ലേ എന്താ പറയുക, വളരെ സാധാരണക്കാരനായിട്ടുള്ളൊരു തയ്യൽക്കാരൻ്റെ കഥ പറയുന്ന അല്ലെ ഒരു രസകരമായിട്ടുള്ള കഥയാണ് പണയം എന്ന് പറയുന്നത്. അടുത്തത് അമ്മയുടെ എഴുത്തുകളാണ്, വീണ്ടും ഒരു കവിതയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ ഒരു വർഷം അല്ലേ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും പാഠഭാഗങ്ങളേ ഉള്ളൂ. അത് നല്ല രസമായിട്ട് അല്ലേ നിങ്ങൾ വളരെ അറ്റൻറ്റീവായിട്ട് ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമടാ, നമുക്ക് ഈ പറയുന്ന പാഠഭാഗമൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഈസി ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ടീച്ചർ പറഞ്ഞല്ലോ 3 യൂണിറ്റുകൾ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ മലയാളത്തിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്കറിയാം, 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഒക്കെ മലയാളം പഠിച്ചു വന്ന മക്കൾക്കറിയാം യൂണിറ്റുകൾ അല്ലേ. യൂണിറ്റിൻ്റെ പ്രവേശകമായിട്ട് എന്ത് ചെയ്യാറുണ്ട്, ഒരു കഥയോ കവിതയോ ഒക്കെ നമുക്ക് മിക്കപ്പോഴും തരാറുണ്ട് അല്ലേ. അപ്പോൾ അതിൽ നിന്നും എന്ത് ചെയ്യാറുണ്ട്, ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 10 പാഠഭാഗങ്ങൾ പ്ലസ് 3 യൂണിറ്റിൻ്റെ പ്രവേശകം അല്ലേ, ആ 3 യൂണിറ്റിൻ്റെ പ്രവേശകങ്ങൾ കൂടെ എന്ത് ചെയ്യണം, നമ്മൾ പഠിക്കണം. അപ്പോൾ നമുക്ക് ടോട്ടൽ ഒരു 13 പാഠം നമുക്ക് പഠിക്കാനുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ 13 പാഠവും 13 പാഠം എഴുതിയിരിക്കുന്ന ഓതേഴ്സ് അല്ലെ എഴുത്തുകാരെ കുറിച്ചും എന്ത് ചെയ്യണം, ആ റൈറ്റേഴ്സിനെ കുറിച്ചും വളരെ കൃത്യമായിട്ടുള്ള ഒരു ധാരണ നമ്മൾ ഉണ്ടാക്കി വെക്കണം എന്നുള്ളതാണ്. കാരണം എന്താണ്, നമുക്ക് 4 മാർക്ക് മുതലുള്ള ചോദ്യങ്ങൾക്ക് എന്ത് ചെയ്യണം, നമ്മൾ എഴുത്തുകാരനെയൊക്കെ നമ്മൾ സൂചിപ്പിക്കണം, ഏത് പാഠഭാഗമാണ്, ആരാണ് എഴുതിയത് എന്നൊക്കെ നമ്മൾ സൂചിപ്പിക്കണം അല്ലേ. അപ്പം അങ്ങനെയൊക്കെ എഴുതണമെങ്കിൽ എന്ത് ചെയ്യണം, ആരാ എഴുതിയത്, എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അല്ലേ, ഏതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ എന്നൊക്കെ നമ്മൾ അറിയണ്ടേ. അത് തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം അതുകൊണ്ട് ഈ 13 പാഠം എന്ന് പറയുന്നത് 10 പാഠം പ്ലസ് 3 യൂണിറ്റ്സ് ആണ്. അത് 13 പാഠം എന്ത് ചെയ്യണം, നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ. അപ്പോൾ ഇനി നമ്മളുടെ ഒരു പേടി എന്ന് പറയുന്നത് എന്താണ്, ഇതൊക്കെ പഠിക്കുക അല്ലേ, പാഠമൊക്കെ പഠിക്കുക. ഇനി എങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞ ഫുൾ മാർക്കിലേക്ക് അല്ല എങ്ങനെയൊക്കെ പഠിച്ചാലാണ് നമുക്ക് നല്ല മാർക്ക് കിട്ടുക എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ മക്കൾക്കിടയിൽ ഇപ്പോഴും ഉണ്ടാവും അല്ലേ. എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് ടീച്ചർ പറഞ്ഞു തന്നു. ഇനി എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നാണ് അല്ലേ, ഈ 40 മാർക്കിലേക്ക് എത്താൻ അല്ലെങ്കിൽ A+ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നാണ് ടീച്ചർ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ടീച്ചർക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മൾ എല്ലാവരും പുതിയ കാലഘട്ടത്തിൽ ജീവിക്കുന്ന കുഞ്ഞുങ്ങളാണ് അല്ലേ. ഇപ്പം നമ്മൾ ലൈവ് ക്ലാസ്സുകളാണെങ്കിലും അല്ലെങ്കിൽ ഫ്രീ ടൈമിലൊക്കെ ആണെങ്കിലും ഇത്തരത്തിൽ നമ്മൾ സോഷ്യൽ അല്ലേ മീഡിയകളിൽ വല്ലാതെ സമയം കളയുന്ന ആളുകളാണ്. ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ ലൈവൊക്കെ കാണുന്ന സമയത്തും പലപ്പോഴും മക്കൾ എന്ത് ചെയ്യാറുണ്ട്, പല ആളുകളും അല്ലേ നമ്മൾ ക്ലാസ്സിലൊന്നും ആയിരിക്കില്ല നമ്മൾ ശ്രദ്ധ, കമൻറ്റുകൾ എഴുതിയിടുക അല്ലേ. ആവശ്യമുള്ള കമൻറ്റൊക്കെ എഴുതണം, പക്ഷേ നമ്മൾ അനാവശ്യമായിട്ടുള്ള കമൻറ്റുകളും ചാറ്റുകളൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലേ. അപ്പോൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, അത് നമ്മൾ യൂട്യൂബ് ക്ലാസ്സിലാണെങ്കിലും അല്ലെ ഓൺലൈൻ ക്ലാസ്സിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ക്ലാസ് മുറിയിലൊക്കെ ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ 100% ശ്രദ്ധ എന്തിലേക്ക് കൊടുക്കണം, നമ്മൾ പഠിക്കുന്ന കാര്യത്തിലേക്ക് കൊടുക്കണം അല്ലെ. ഒരു മുറി കേട്ട് അടുത്ത ഭാഗം കേട്ടില്ലെങ്കിൽ നമ്മളുടെ ആ കണക്ഷൻ അങ്ങ് വിട്ടുപോകും അല്ലേ. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും അതിനു വേണ്ടി മെനക്കെട്ടിരുന്ന് നമ്മൾ പഠിച്ചുണ്ടാക്കണം അല്ലേ. അപ്പോൾ നമ്മൾ എപ്പോഴും ക്ലാസ്സുകളിൽ ഇരിക്കുന്ന സമയത്ത്, ഏത് ക്ലാസ്സിലാണെങ്കിലും ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, നമ്മൾ ക്ലാസ് മുഴുവനായിട്ട് നമ്മൾ ശ്രദ്ധയോടുകൂടെ കേൾക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ. ഇനി എന്താണ്, നമ്മൾ പിന്നെ നിങ്ങൾക്ക് വാട്സപ്പോ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമോ റീലൊക്കെ എന്താണ് ഒരു 5-10 മിനിറ്റൊക്കെ നിങ്ങൾ പാരൻസൊക്കെ സമ്മതിക്കുകയാണെങ്കിൽ നിങ്ങളതൊക്കെ കണ്ടോളൂ, കുഴപ്പമില്ല. ഒരുപാട് സമയം അതിനു വേണ്ടി ചിലവഴിക്കാതെ കുറച്ച് സമയമൊക്കെ നമുക്ക് അങ്ങനെ എൻജോയ് ചെയ്യാം അല്ലേ. അല്ലാതെ മുഴുവൻ സമയമൊക്കെ 24/7 ഒന്നും നമുക്ക് പഠിക്കാനൊന്നും പറ്റില്ലല്ലോ അല്ലേ. അപ്പോൾ കുറച്ച് സമയമൊക്കെ കളിക്കാനും ഇങ്ങനെ ചിലവഴിക്കാനൊക്കെ നമുക്ക് ഉപയോഗിക്കാം, പാരൻസൊക്കെ സമ്മതിക്കുകയാണെങ്കിലാണ് കേട്ടോ. അല്ലാതെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇതൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ അത് ടീച്ചർ പറയാൻ കാരണം നമ്മൾ ക്ലാസ്സിൽ എന്താണ് അത്രയും ശ്രദ്ധയോടുകൂടെ ഇരിക്കണം എന്നുള്ളതാണ്. ഇനി മലയാളത്തിൽ നമുക്ക് എങ്ങനെയൊക്കെ എഴുതിയാലാണ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെ പഠിച്ചാലാണ് നമുക്ക് ഈ ഫുൾ മാർക്ക് കിട്ടുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം എന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പാഠഭാഗത്തെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ. തൊട്ട് മുമ്പ് ടീച്ചർ അതാ പറഞ്ഞത് അല്ലേ, നമ്മൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കുമ്പോൾ എന്ത് ചെയ്യണം, ഫുള്ള് നമ്മൾ ക്ലാസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കണം അല്ലേ. അപ്പോൾ പാഠഭാഗത്തെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ധാരണ എന്ത് ചെയ്യണം, വേണം. എന്താണ് പാഠം, ആരാണ് എഴുതിയത്, എന്താണ് പാഠഭാഗത്തിൽ പറയുന്നത്. അപ്പോൾ ഇത്രയും വർഷത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മക്കൾക്ക് കാണാൻ പറ്റും അല്ലേ. നിങ്ങൾക്കതൊക്കെ അവൈലബിൾ ആണ് അല്ലേ, നിങ്ങളുടെ വിരൽത്തുമ്പിൽ അതൊക്കെ നിങ്ങൾക്ക് കിട്ടും, ഒന്ന് സെർച്ച് ചെയ്താൽ മതി അല്ലേ. ആ ക്വസ്റ്റ്യൻ പേപ്പർ ഇത്രയും വർഷമായിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടില്ല അല്ലേ, ആ സെയിം പാറ്റേണിലാണ് നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഏത് രീതിയിൽ നമ്മളോട് ചോദ്യം ചോദിക്കുന്നൊക്കെ ഉള്ളത് ഒരു ഏകദേശ ധാരണ നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ ആ ചോദ്യമൊക്കെ മക്കൾ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം എന്താണ്
സംഭാഷണങ്ങളൊക്കെ ചോദിക്കും അല്ലെ. ഈ 10 പാഠത്തുനിന്ന് ഇപ്പോൾ കഥയൊക്കെ ആണെങ്കിൽ നോവലൊക്കെ ആണെങ്കിൽ സംഭാഷണമൊക്കെ തന്ന് സന്ദർഭം വ്യക്തമാക്കുക, അല്ലെങ്കിൽ അവയുടെ ആശയം എഴുതുക, കഥാപാത്ര നിരൂപണം, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് കാണാം അല്ലെ. അപ്പോൾ പാഠം എന്താണ്, എന്താ പാഠത്തിൽ പറഞ്ഞിരിക്കുന്നത് അല്ലെ, ഒരു കഥാപാത്രത്തിൻ്റെ സവിശേഷത എന്താണ്, ഇതൊക്കെ നമുക്ക് അറിയണമെങ്കിൽ പാഠത്തെക്കുറിച്ച് എന്താണ് ചാപ്റ്റർ എന്നുള്ളതിൻ്റെ ഒരു കൃത്യമായ ധാരണ നമുക്കുണ്ടാവണം. നിങ്ങൾ എന്തിനാണ് ടെൻഷൻ ആവുന്നത്? അതിനാണ് ഞാനിവിടെ ഉള്ളത് അല്ലേ. നമുക്ക് സ്കൂളുകളുണ്ട്, ടീച്ചർമാരുണ്ട്, പുസ്തകങ്ങളുണ്ട് അല്ലേ. ഇതൊന്നും പോരാത്തതിന് ഞങ്ങളും നിങ്ങളുടെ കൂടെ ഇല്ലേ. അപ്പോൾ അതൊന്നും നിങ്ങളെ ടെൻഷൻ അടിക്കുകയേ വേണ്ട. പാഠഭാഗം എന്ത് ചെയ്യും, ഇങ്ങനെ അരച്ച് കലക്കി അല്ലേ, എന്തൊക്കെ ചോദിക്കും എന്നുള്ളതൊക്കെ എന്ത് ചെയ്യും മക്കൾക്ക് ടീച്ചർമാർ തരുന്നതായിരിക്കും. ഓക്കെ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മലയാളത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചോദ്യമാതൃകകളും അവയുടെ ഘടനയുമാണ്. മറ്റു വിഷയങ്ങളെ അപേക്ഷിച്ച് മലയാളത്തിൽ എന്താണ്, ഇത്തരത്തിൽ ചോദ്യമാതൃകകൾ ഉണ്ടാവും. മലയാളത്തിന് മാത്രമല്ല നമ്മളുടെ ലാംഗ്വേജിനെല്ലാം, ഹിന്ദി ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും ഇത്തരത്തിൽ ചോദ്യമാതൃകകൾ ഉണ്ടാവും അല്ലേ. ഇപ്പോൾ ഉപന്യാസം ഉണ്ടാവാം, മുഖപ്രസംഗം ചോദിക്കും, കഥാപാത്ര നിരൂപണം ചോദിക്കും, ആസ്വാദനക്കുറിപ്പ് ചോദിക്കും. ഇങ്ങനെ പല രീതിയിലുള്ള ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കും, ചോദ്യമാതൃകകൾ നമ്മളോട് ചോദിക്കും. ഓക്കെ. അപ്പോൾ അവയുടെ ഘടനയും എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. എന്താ ഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ പച്ചക്കറികൾ ഉപയോഗിച്ച് നമ്മൾ വെണ്ടയ്ക്കയും മുരിങ്ങക്കായും ക്യാരറ്റും ഒക്കെ വെച്ചിട്ട് നമ്മൾ സാമ്പാർ ഉണ്ടാക്കും. ഇതേ വെണ്ടയ്ക്കയും മുരിങ്ങയ്ക്കയും ക്യാരറ്റും വെച്ചിട്ട് നമ്മൾ അവിയലുണ്ടാക്കും. പക്ഷേ അവിയൽ പോലെയല്ല സാമ്പാർ പോലെയല്ല അവിയൽ. ഇത് രണ്ടും എൻ്റയർലി ഡിഫറെൻ്റ് ആണ് അല്ലേ. അപ്പോൾ അതുപോലെയാണ് കഥാപാത്ര നിരൂപണം പോലെയല്ല ആസ്വാദനക്കുറിപ്പ് പോലെയല്ല മുഖപ്രസംഗം പോലെയല്ല ഉപന്യാസം. ഇതിന് ഓരോന്നിനും എന്താണ്, ഓരോ ഘടനയുണ്ട്, ഓരോ രീതിയിലാണ് അതൊക്കെ എഴുതേണ്ടത് അല്ലേ. അപ്പോൾ ആ രീതിയിൽ എഴുതിയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് ഈ പറയുന്ന ഒരു ചോദ്യത്തിന് 6 മാർക്കാണെങ്കിൽ ആ 6 മാർക്കും നമുക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ. അപ്പോൾ അതൊക്കെ ടീച്ചർ പഠിപ്പിച്ചു തരും. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം അല്ലേ. ആ ഒരു വ്യത്യാസങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. പിന്നെ നമുക്ക് മാർക്ക് പോകാൻ സാധ്യതയുള്ളത് എവിടെയാണ്, സമയത്തിൻ്റെ ഉള്ളിൽ ഉത്തരം എഴുതി ശീലിക്കുക അല്ലേ. സമയത്തിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മളിനി വലിയൊരു വെല്ലുവിളി. നമ്മൾ പാഠഭാഗം കൃത്യമായി പഠിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ചോദ്യമാതൃകകൾ എല്ലാം അരച്ച് കലക്കി വെച്ചത് കൊണ്ടോ നമുക്ക് എന്ത് ചെയ്യാൻ പോകുന്നില്ല, നമുക്ക് അല്ലെ ഫുൾ മാർക്ക് കിട്ടാൻ പോകുന്നില്ല അല്ലേ. ഈ പഠിച്ച സാധനങ്ങളൊക്കെ എന്ത് ചെയ്യണം, കൃത്യമായ സമയത്തിനുള്ളിൽ നമ്മൾ പേപ്പറിൽ എഴുതണം അല്ലേ. എഴുതി കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ പ്രശ്നം എന്ന് പറയുന്നത് എന്താണെടാ, ഈ സമയത്തിൻ്റെ ഉള്ളിൽ എഴുതുക എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ള പ്രശ്നമാണ്. കാരണം എന്താണ്, നമ്മൾ ഭൂരിഭാഗം ആളുകളും ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് വരുന്ന ആളുകളാണ് അല്ലെ. ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ് അല്ലേ. നമ്മൾ ആകെ മലയാളം പഠിക്കുന്നത് മലയാളം ക്ലാസ്സിൽ മാത്രമാണ്. മലയാളം എഴുതുന്നത്, വായിക്കുന്നത്, പഠിക്കുന്നതൊക്കെ അല്ലേ. അപ്പോൾ നമുക്ക് സ്പീഡ് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ മലയാളം എഴുതാനും ഭയങ്കര ചൊറയാണ് അല്ലേ. ഇങ്ങനെ ക ത അല്ലേ, പിന്നെ ബ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ചൊറക്കലും വളയ്ക്കലും ഒക്കെയാണ്. ഇംഗ്ലീഷിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് അങ്ങ് എഴുതി പോകാൻ പറ്റും അല്ലേ. അപ്പോൾ ഈ എഴുതാനും ഈ സമയത്തിൻ്റെ ഉള്ളിൽ എഴുതി തീരുക എന്ന് പറയുന്ന ഒരു ടാസ്ക് തന്നെയാണ് നമുക്ക്. പിന്നെ നമുക്ക് വേറൊരു പ്രശ്നം എന്താണ്, വൊക്കാബുലറിയാണ് അല്ലേ. നമ്മളുടെ പദസമ്പത്താണ്. ഇപ്പോൾ ഒരു എസ്സേ ഒക്കെ ചോദിക്കുമ്പോൾ ഒരുപാട് എഴുതണം. 3 മാർക്കിന് 4 മാർക്കിന് 5 മാർക്കിന് 6 മാർക്കിന് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നീണ്ടു പരന്ന് പേജ് കണക്കിന് നമുക്ക് മലയാളത്തിന് എഴുതാനുണ്ടാവും. അതുകൊണ്ടൊക്കെയാണ് പല ആളുകൾക്കും മലയാളം ഇഷ്ടമല്ലാത്തത് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് എഴുതാനുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഫ്ലുവൻ്റായിട്ട് എഴുതി പോകണമെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് നല്ല നല്ല വാക്കുകൾ വേണം അല്ലേ, നല്ല നല്ല വൊക്കാബുലറി, നല്ല നല്ല പദങ്ങൾ വേണം അല്ലേ. അപ്പോൾ അത് നമ്മളുടെ അടുത്തുണ്ടോ? പദങ്ങൾ നമുക്ക് വളരെ കുറവാണ്. കാരണം എന്താ, നമുക്ക് വായനയില്ല അല്ലേ. നിങ്ങൾ പത്രമൊക്കെ കാണാറുണ്ടോ, ഇങ്ങനെ കുറേ പേജുകളൊക്കെ ഉള്ളൊരു സാധനം ഉണ്ടല്ലോ, രാവിലെയൊക്കെ വരുന്ന ചായൻ്റെ ഒപ്പമൊക്കെ നമ്മളിങ്ങനെ വായിച്ച് രാവിലെ അല്ലേ, മുത്തച്ഛന്മാരൊക്കെ ഇരിക്കുന്ന കണ്ടിട്ടില്ലേ, പത്രം എന്ന് പറയും അല്ലേ, ന്യൂസ് പേപ്പർ എന്ന് പറയും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാധനമുണ്ട് അല്ലേ. അപ്പോൾ ഈ പത്രങ്ങളെങ്കിലും എന്ത് ചെയ്യണം മക്കളെ, അറ്റ്ലീസ്റ്റ് ഒരു ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും അല്ലേ, ഈ പത്രമെങ്കിലും എന്ത് ചെയ്യുക, ഒന്ന് വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പം നിങ്ങളോട് ടീച്ചർ പറയുകയാണ്, നിങ്ങൾക്ക് 1ാമത്തെ പാഠം ഒരു നോവലാണ്, 2 ഇടങ്ങഴിയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, അടുത്ത ക്ലാസ്സിലേക്ക് 2 ഇടങ്ങഴി വായിച്ചു വരണം എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? 2 ഇടങ്ങഴിയൊക്കെ വായിച്ചു വരാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതിന് വേണ്ടിയൊന്നും നിങ്ങൾ എക്സ്ട്രാ സമയം കളയാനൊന്നും നമ്മളുടെ കയ്യിലില്ല അല്ലേ. അല്ലേ ഓൾറെഡി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്, ഈ ഒരു ടിപ്പ് മക്കൾ ഓർത്ത് വെക്കുക. നമ്മുടെ പത്രം, ഡെയിലി പത്രം എന്ത് ചെയ്യുക, ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും നിങ്ങൾ വായിക്കുക കേട്ടോ. അതിൽ എഡിറ്റോറിയൽ പേജ് എന്ന് പറഞ്ഞിട്ട് പത്രത്തിൻ്റെ ഉൾഭാഗങ്ങളിൽ ഒരു പേജ് ഉണ്ട്. ആ പേജ് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് വായിക്കുക.
ഓക്കെ ഒന്ന് വായിക്കുക. പറ്റുമെങ്കിൽ നമ്മുടെ ടി വിയുടെ അല്ലെ ന്യൂസ് ചാനലൊക്കെ വെച്ചിട്ട് ന്യൂസ് ചാനലിൻ്റെ അടിയിൽ ഇപ്പോൾ വലിയ ഹെഡിങ്ങുകളൊക്കെ വരും. ആ ഹെഡിങ്ങുകളൊക്കെ എഴുതുക. പിന്നെ എഴുതാനുള്ള കാര്യങ്ങളൊക്കെ എന്താണ് കൃത്യമായിട്ട് അല്ലേ സ്പീഡിൽ എഴുതാൻ ശ്രമിക്കുക. ഇപ്പം എൻ്റെ ഓഫ്ലൈൻ ക്ലാസ്സിലുള്ള കുഞ്ഞുങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഓഫ്ലൈൻ ക്ലാസ്സിലുള്ള കുട്ടികളൊക്കെ ടീച്ചർ അങ്ങനെ ഒരു കാര്യം ടീച്ചർ ചെയ്യാറുള്ളത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം കൊടുക്കും അല്ലേ. അവർ ബുദ്ധിമുട്ടിക്കുകയാണ്, മക്കൾ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക. എന്താണ് അവർക്ക് ചിലപ്പോൾ വിഷമമൊക്കെ പറയും എന്നോട്, അയ്യോ കൈ വേദനിക്കുന്നു എന്നൊക്കെ പറയും അല്ലേ. പക്ഷെ എന്തെങ്കിലും ഞാനതൊന്നും കേൾക്കാറില്ല. മാക്സിമം എന്ത് ചെയ്യും, വേഗത്തിൽ അല്ലേ കൃത്യമായിട്ടുള്ള സമയം കൊടുത്ത് ഇപ്പോൾ 10 മിനിറ്റൊക്കെ കൊടുത്തിട്ടാണ് ഒരു ചോദ്യമൊക്കെ എഴുതാൻ വേണ്ടി പറയുക. അപ്പോൾ ആ സമയത്തിനുള്ളിൽ എന്ത് ചെയ്യാണ്, അവരത് എഴുതാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ ഒരു പരീക്ഷയൊക്കെ ആകുമ്പോഴത്തേക്ക് എനിക്കറിയാം അല്ലേ, എനിക്ക് ഉറപ്പാണ് അവർ ആ കൃത്യസമയത്തിനുള്ളിൽ എഴുതാൻ പറ്റും. അവർക്ക് ആ ചോദ്യത്തിൻ്റെ ഉത്തരം മാർക്കിനനുസരിച്ച് സമയത്തിൻ്റെ ഉള്ളിൽ അവർക്ക് ആ ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതാൻ പറ്റുന്നുള്ളത്. അപ്പോൾ മക്കളും എന്ത് ചെയ്യണം, ഇനി ഈ ഒരു കാര്യം മക്കൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. പത്രം വായിക്കുക, പുതിയ പുതിയ വാക്കുകളൊക്കെ അല്ലേ നിങ്ങളത് എന്ത് ചെയ്യും, മെസ്സേജ് ഒക്കെ എഴുതുമ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ എഡിറ്റോറിയൽ പേജ് വായിക്കുന്നത് കൊണ്ട് നമുക്ക് അത്തരത്തിലുള്ളൊരു ചോദ്യം നമുക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യമാണ്. പത്രങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അപ്പോഴൊക്കെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതിപ്പോഴേ എന്ത് ചെയ്യുക, തുടക്കത്തിലേ തന്നെ മക്കളിതൊരു ശീലമാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മലയാളത്തിലുള്ള A+ അല്ലെങ്കിൽ ഫുൾ മാർക്ക് എന്ന് പറയുന്നത് ഒരു കിട്ടാക്കനിയായിട്ടൊന്നും നിൽക്കില്ല. ഏറ്റവും എളുപ്പത്തിൽ അല്ലേ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്പുകളും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും മക്കളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റൂടാ, നമുക്ക് മലയാളത്തിൻ്റെ ഫുൾ മാർക്കും നമുക്ക് വാങ്ങാൻ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും. പിന്നെ ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ അല്ലേ, നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള ഹെൽപ്പിനും ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ എന്താണ്, നമ്മൾ ഉഷാറായിട്ട് നമ്മൾ മലയാളം പഠിച്ചു തുടങ്ങും. ഇനിയുള്ള കുറച്ച് ദിവസങ്ങളിലായിട്ട് അല്ലേ പുതിയ പുതിയ അല്ലേ നമ്മളുടെ ചാപ്റ്റേഴ്സിൻ്റെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദ്യങ്ങളൊക്കെ ആയിട്ട് ടീച്ചർ വരുന്നതായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക, നന്നായിട്ട് പഠിക്കുക. ഇനിയൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.